ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലൂടെ നിങ്ങളെ വീണ്ടും കാണുന്നതിൽ വളരെ സന്തോഷം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 12 മായിമ. അസാധാരണമായ ജീവിതം നയിക്കുന്ന വിവസ്ത്രയായ മായിമയാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യം. മായിമയെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത് ശ്രീ അനന്തനാരായണ പിള്ളയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ചാണ് ശ്രീ ഗോപാലസ്വാമിയെ ആദ്യമായി കണ്ടതെന്ന കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. അവർ ഒരു അവധൂത ആണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആധ്യാത്മികമായി വളരെ പുരോഗതി കൈവരിച്ചവരായിരുന്നു അവർ. സാമൂഹ്യമായ മര്യാദകൾ പാലിക്കാൻ അവർ തെല്ലും കൂട്ടാക്കിയിരുന്നില്ല. അലഞ്ഞു തിരിയുന്ന നായ്ക്കളോടൊപ്പം അവർ കന്യാകുമാരിയിലെ കടലോരത്ത് മണൽ പരപ്പിൽ വസിച്ചു. ഈ വിവരം കിട്ടി 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി. അന്നത്തെ കന്യാകുമാരിയിൽ നൈസർഗികമായ സൗന്ദര്യത്തെയും പവിത്രതയും ഹനിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളും മറ്റും ഇല്ലായിരുന്നു. ഒരാൾക്ക് വേണമെങ്കിൽ ശക്തമായ തിരമാലകളില്ലാത്ത കടൽ ഭാഗത്തിലൂടെ വിവേകാനന്ദ പാറയിലേക്ക് നീന്തി കയറാൻ പറ്റുമായിരുന്നു. അവിടെ ഉച്ചത്തിലുള്ള തിരയടിക്കുന്ന ശബ്ദത്തിനിടയിൽ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ മുഴുകാനും കഴിയുമായിരുന്നു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരുന്നപ്പോഴാണ് സ്വാമി വിവേകാനന്ദന് സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും മർദ്ദിത ജനവിഭാഗത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭിച്ചത്. കടലിനെ അഭിമുഖീകരിച്ചാണ് പുരാതനമായ കന്യാകുമാരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ദേവിയുടെ മൂക്കിൽ അമൂല്യമായ വജ്രം പതിച്ച മൂക്കുത്തി ഉണ്ടായിരുന്നു. അതിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്ന പ്രകാശം ദീപസ്തംഭം പോലെ നാവികർക്ക് കപ്പലോടിക്കാൻ സഹായകരമായിരുന്നു അത്രേ. പല ഐതിഹ്യങ്ങളെയും പോലെ ഇക്കാര്യം സ്വീകരിക്കാനോ നിരാകരിക്കാനോ കഴിയുകയില്ല. അത്രയ്ക്ക് വിലപിടിപ്പുള്ള വജ്രമായിരിക്കണം അത്. എന്തായാലും ഇപ്പോൾ അത് കാണാനില്ല. ഒരുപക്ഷെ മനുഷ്യൻ്റെ ദുരാഗ്രഹത്തിന് ദേവിയും ഇരയായി തീർന്നിരിക്കും. ഞാൻ ആദ്യം കന്യാകുമാരി ക്ഷേത്രം സന്ദർശിക്കാൻ നിശ്ചയിച്ചു. ഉച്ചയ്ക്ക് അമ്പലം അടച്ചിടുമെന്ന് എനിക്കറിയാമായിരുന്നു. വിലപിടിപ്പില്ലാത്ത കൃത്രിമ വജ്രത്തിൽ പണിഞ്ഞ മുക്കുത്തി അണിഞ്ഞിരുന്ന ദേവി അതിമനോഹരിയായി കാണപ്പെട്ടു. സാധാരണ ചെയ്യാറുള്ളതുപോലെ പുരോഹിതൻ്റെ കണ്ണ് എൻ്റെ പോക്കറ്റിലുള്ള പണത്തിലാണ്. എന്നിട്ട് ദീപാരാധന ഒഴിഞ്ഞു. എൻ്റെ മുന്നിലേക്ക് നീട്ടിയ തളികയിൽ ഞാൻ ഒരു രൂപ തൊട്ടിട്ട് കൊടുത്തു. അതിലിരുന്ന് ജമന്തിപ്പൂവും ചന്ദനവും എടുത്തിട്ട് ദേവിയെ വന്ദിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. എൻ്റെ അടുത്ത ദൗത്യം മായിമയെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും മായിമയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തിരക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കണ്ട മുരുകവിലാസം എന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ക്യാഷ് കൗണ്ടറിൻ്റെ സമീപത്തുള്ള മേശയ്ക്കരികിൽ ഇരുന്നു. നല്ല രുചിയുള്ള മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഹോട്ടലുടമയെന്ന് തോന്നിച്ചിരുന്ന ആളിനെ ശ്രദ്ധിച്ചു. നരച്ച തലമുടി, അഗ്രങ്ങൾ താഴോട്ട് ഞാന്നു കിടക്കുന്ന മീശ, കയ്യിൽ സ്വർണ്ണ ചെയിനുള്ള റിസ്റ്റ് വാച്ചും മൂക്ക് കണ്ണട ധരിച്ചിരുന്നതുമായ അയാളോട് ഞാൻ മായിമയെപ്പറ്റി ചോദിച്ചു. ഹോട്ടലുടമ പറഞ്ഞു, എനിക്ക് അവരെ അറിയാം. അവർ എവിടെ നിന്നും വന്നവരാണ് എന്ന് അറിയാമോ എന്ന ചോദ്യത്തിന് അയാളുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: അവർ എവിടെ നിന്നു വന്നുവെന്ന് ആർക്കും തന്നെ അറിയാൻ പാടില്ല. 30 വർഷം മുമ്പ് അവർ ആദ്യമായി
കന്യാകുമാരിയിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ തൻ്റെ കുട്ടിക്കാലം മുതൽ അവരെ കണ്ടിട്ടുണ്ടെന്നും അവരെ അന്ന് കണ്ടതുപോലെ തന്നെയാണ് ഇന്ന് കാണപ്പെടുന്നതെന്നും പറഞ്ഞു. വല്ലപ്പോഴും വസ്ത്രം ധരിക്കും. എപ്പോഴും അവരുടെ ചുറ്റും അലഞ്ഞു തിരിയുന്ന തെരുനായ്ക്കൾ കാണും. നായ്ക്കളോടൊപ്പം ഇരുന്നാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. ഞങ്ങളുടെ സംഭാഷണത്തിൽ ഹോട്ടലിലെ മധ്യവയസ്കനായ പരിചാരകനും പങ്കുകൊണ്ടു. അയാൾ അവർ മനുഷ്യരൂപത്തിലുള്ള പ്രപഞ്ച മാതാവാണെന്ന് പറഞ്ഞു. വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് തനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങൾ നിസ്സാരമായി തള്ളിക്കളയേണ്ടവയല്ലെന്നും അയാൾ പറഞ്ഞു. ഞാൻ ആ മനുഷ്യനോട് കൗതുകത്തോടെ ചോദിച്ചു, അവർക്ക് ഭക്ഷണം കിട്ടുന്നത് എവിടെ നിന്നുമാണ്? അയാൾ പറഞ്ഞു, ആദ്യമൊക്കെ ആളുകൾ ഒരു ഭ്രാന്തിയാണെന്ന് കരുതി ഭക്ഷണം കൊടുത്തിരുന്നില്ല. അപ്പോൾ അവർ സമുദ്രത്തിലേക്ക് നടന്നിറങ്ങുകയും വെറും കൈകൊണ്ട് മീൻ കോരിയെടുക്കുകയും കടൽ പോച്ചകൾ കൊണ്ട് മീനുകളെ പൊതിയുകയും ചെയ്യും. എന്നിട്ട് മീനുകളുടെ കുമ്പാരം കരയിൽ കൂട്ടിയിട്ടിട്ട് എല്ലാവരും നോക്കിക്കോ എന്ന് പറയുമ്പോഴേക്കും തീ ആളി കത്തുകയും കഴിക്കാൻ വേണ്ടത്ര മീൻ പൊരിച്ചു കിട്ടുകയും ചെയ്യും. അതിനുശേഷം ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അവർ തങ്ങളുടെ ഹോട്ടലുകളിൽ വന്ന് ഭക്ഷണം യാചിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുമെന്നും ഹോട്ടൽ ഉടമകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടുവോളം ഭക്ഷണം കൊടുത്തിരുന്നു. എന്നാൽ അവർ അപൂർവമായിട്ടേ ഭക്ഷണം ചോദിക്കാൻ പോയിരുന്നുള്ളൂ. ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു, എവിടെ ചെന്നാൽ അവരെ കാണാൻ കഴിയും? ക്ഷേത്രത്തിനപ്പുറത്തുള്ള പാറക്കെട്ടുകളുടെ കീഴ്ഭാഗത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അവിടെ അവർ നായ്ക്കളോടൊത്തിയിരിക്കും. കടൽക്കരയിൽ വ്യാപിച്ചു കിടക്കുന്ന പാറക്കെട്ടുകൾ കാരണം അവരെ ആർക്കും കാണാൻ കഴിയുകയില്ല. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം എനിക്ക് വിവരം തന്ന ആളിൻ്റെ ഉപദേശപ്രകാരം കുറെ ദോശ പൊതിഞ്ഞു വാങ്ങി. എല്ലാവരിൽ നിന്ന് തെന്നിമാറുന്ന മായിമായെ തിരക്കി കടൽക്കരയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മണൽത്തരികൾ ചുട്ടുപൊള്ളാൻ തുടങ്ങി. മെതിയടി ധരിച്ചതിനാൽ പ്രശ്നമില്ലായിരുന്നു. ചിലപ്പോൾ മണൽപ്പരപ്പിലൂടെ, ചിലപ്പോൾ പാറകളിൽ കയറിയും ചിലപ്പോൾ പാറകളിൽ നിന്നും താഴോട്ടിറങ്ങിയും നടന്നുകൊണ്ടിരുന്നു. ചില പട്ടികൾ മുറുമുറുക്കുന്ന ശബ്ദം കേൾക്കുന്നതുവരെ നടത്തം തുടർന്നു. ഒരു വലിയ പാറയുടെ സമീപത്ത് പല നിറങ്ങളിലും പല വലുപ്പത്തിലുമുള്ള പട്ടികൾ വട്ടത്തിൽ നിന്നുകൊണ്ട് എൻ്റെ നേർക്ക് നോക്കി മുറുമുറുക്കുന്നത് കണ്ടു. അവയുടെ നേർക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നെ ആക്രമിക്കുകയില്ലെന്ന പ്രതീക്ഷയിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അന്നേരം പാറക്കെട്ടിൻ്റെ പുറകിൽ നിന്നും സംഗീത സാന്ദ്രമായ ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഞാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് പാറക്കെട്ടിൻ്റെ അപ്പുറത്തേക്ക് നോക്കി. അവിടെ അവർ ഒരു പാറമേൽ ചാരിയിരിക്കുകയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവർ നഗ്നയായിരുന്നു. വെയിലേറ്റ് കരുവാളിച്ചിരുന്ന ആ മുഖം ഒരിക്കൽ അതിമനോഹരമായിരുന്നിരിക്കണം എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നരച്ച കഴുകാത്ത തലമുടി കട്ടിയുള്ളതും ഞെരുങ്ങിയതുമായിരുന്നു. അവർ പുഞ്ചിരി തൂകിയപ്പോൾ ആ മുഖത്ത് അപൂർവമായ പ്രസാദാത്മകത കളിയാടി. ആ കണ്ണുകളുടെ തിളക്കം എനിക്ക് വർണ്ണിക്കാനാവില്ല. അവർ ആവോ, വരൂ എന്ന് പറഞ്ഞു. സ്നേഹശീലയായ അമ്മ സ്വന്തം കുഞ്ഞിനെ വിളിക്കുന്ന സ്വരത്തിലാണ് വിളിച്ചത്. ഞാൻ ആകെ അമ്പരന്നു. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കണ്ണുനീർ വാർത്തുകൊണ്ട് അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ തേങ്ങലുകൾ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അതിൻ്റെ ഫലമായി ശരീരം വിറച്ചു. അവരുടെ സ്തനങ്ങളിൽ നിന്നും മനുഷ്യകാരുണ്യത്തിൻ്റെ ദുഗ്ധം നുകരാൻ ഞാൻ ആശിച്ചുപോയി. മായിമ അവരുടെ കരങ്ങൾ മുന്നോട്ട് നീട്ടി എൻ്റെ ശരീരം മുഴുവൻ സ്നേഹവാത്സല്യങ്ങളോട് തലോടി. ഇമ്പമാർന്ന സ്വരത്തിൽ, മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ അവർ പറഞ്ഞു.
ഒരൽപ്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന് അപൂർവമായ ലാഘവം അനുഭവപ്പെട്ടു. ഒഴുകിയ കണ്ണീർ തുള്ളികൾ എല്ലാ ജീവിതഭാരങ്ങളും കഴുകി കളഞ്ഞതുപോലെ തോന്നി. ഞാൻ അവരിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് കൊണ്ടുവന്നിരുന്ന ദോശ അവർക്ക് നൽകി. അവർ പൊതി തുറന്നു. ഒരു ദോശ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കി മുഴുവൻ തൻ്റെ സഹചാരികളായ നായ്ക്കൾക്ക് വിതരണം ചെയ്തു. ഒരു കഷ്ണം അവർ എൻ്റെ വായ്ക്കുള്ളിലിട്ട് തന്നു. അതിനുശേഷം അവർ പറഞ്ഞ ഒരു വാക്ക് എന്താണെന്ന് മനസ്സിലായി. ജാവോ ജാവോ, പോ പോ. എന്നെ പറഞ്ഞുവിടാനുള്ള അടയാളമാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അവരുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് എണീറ്റ് അവിടെ നിന്നും നടന്നു നീങ്ങി. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ആ സമയത്ത് 3 സമുദ്രങ്ങളുടെയും തിരകൾ തഴുകുന്ന വിവേകാനന്ദ പാറ വിദൂരതയിൽ കാണാൻ കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ഓർത്തുകൊണ്ട് അത്ഭുതം കൂറി. പ്രിയങ്കരനായ ശ്രീരാമകൃഷ്ണനെ കണ്ട സമയത്ത് വിവേകാനന്ദനും ഇതുപോലെ വികാരവിവശനായി നിന്നിരിക്കും. അന്നേരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൽ കയറി തിരുവനന്തപുരത്തെത്തി. ഞാൻ വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അപ്പോഴും എൻ്റെ അമ്മ ഉണർന്നിരിക്കുകയായിരുന്നു. അമ്മ ആഹാരം അടുപ്പത്ത് വെച്ച് ചൂടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് കിടപ്പുമുറിയിലേക്ക് പോയി. ഒന്നും ചോദിച്ചില്ല. അമ്മ പറഞ്ഞത് ഇതുമാത്രം: വളരെ വൈകി, കഴിച്ചിട്ട് കിടന്നുറങ്ങും. ആ രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഒരു വൻ അരയാൽ മരച്ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. മരം ഒരു നാൽക്കവലയുടെ നടുക്കാണ് നിന്നിരുന്നത്. ഞാൻ ആ മരച്ചുവട്ടിൽ കാലുകൾ പിണഞ്ഞ് കുറുകെ വെച്ചുകൊണ്ട് ബുദ്ധൻ ഇരിക്കുന്നത് പോലെ ഇരുന്നു. വിവസ്ത്രനായ എൻ്റെ ശരീരം മെലിഞ്ഞതായിരുന്നു. കൗപീനം മാത്രം ധരിച്ചിരുന്ന എൻ്റെ തലമുടി ജട കെട്ടിയിരുന്നു. എനിക്ക് കറുത്ത താടിയും ഉണ്ടായിരുന്നു. റോഡുകളിൽ ഒന്നിൽ നിന്നും ആരോ ഒരാൾ പരുക്കൻ ഊന്നുവടിയുമായി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ തിരിച്ചറിഞ്ഞു, അത് അവരായിരുന്നു, മായിമ്മ. പക്ഷേ ഇപ്പോൾ അവർ അണിഞ്ഞിരിക്കുന്നത് ചുവപ്പ് കലർന്ന നീല നിറമുള്ള സാരിയാണ്. ഞാൻ അവരുടെ നേർക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് അവരുടെ ഉയരം വർദ്ധിക്കാൻ തുടങ്ങി. അവർ ആൽമരത്തോളം ഉയർന്നു. അവർ എന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, തിന്നാൻ വല്ലതും തരൂ. എൻ്റെ പക്കൽ തിന്നാൻ കൊടുക്കാനും ഒന്നുമില്ലാതിരുന്നാൽ ഞാൻ വല്ലാതെ പരുങ്ങി. അന്നേരം അവർ പറഞ്ഞു, നീ നിന്റെ ഭിക്ഷാപാത്രത്തിലേക്ക് നോക്കൂ. ഞാൻ ഭിക്ഷാപാത്രത്തിലേക്ക് നോക്കി. അതിൽ ഒരു വെറ്റ് ചോറുണ്ടായിരുന്നു. ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് അത് അവർക്ക് കൊടുത്തു. അവർ അത് രുചിയോടെ കഴിച്ചു. എന്നിട്ട് അവർ അവരുടെ വലത് കൈകൊണ്ട് എൻ്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, കണ്ണടയ്ക്കൂ. എൻ്റെ നെറ്റിയിലൂടെ അനിർവചനീയ ആനന്ദം ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും അലയടിച്ചു. അപ്പോൾ ഞാൻ ഉണർന്നു. നേരം വെളുത്തു കഴിഞ്ഞിരുന്നു. അപ്പോഴും എൻ്റെ ശരീരമാകെ ആനന്ദം തുടിച്ചു നിന്നിരുന്നത് ഏറ്റവും വലിയ അതിശയമായി അനുഭവപ്പെട്ടു. മദ്യലഹരിയിൽ അടിപ്പെട്ട ഒരു മദ്യപാനി പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്ക് എൻ്റെ കാലുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ ഞാൻ ആടി ആടി കുളിമുറിയിലേക്ക് പോയി. പൂർവ്വസ്ഥിതിയിൽ ആയിക്കഴിഞ്ഞുവെന്ന് ഉറപ്പായതിനു ശേഷം ഞാൻ തിരികെ ഉറങ്ങാൻ പോയി. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോകാൻ കഴിയുകയില്ലെന്നും അറിയിച്ചു. അമ്മ എൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി. എനിക്ക് കടുത്ത പനിയാണെന്ന് മനസ്സിലായി. ഞാൻ രാവിലെ കഞ്ഞി മാത്രം കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അവസ്ഥ സാധാരണ ഗതിയിലേക്ക്. എങ്കിലും ഓർമ്മകൾ എല്ലാം കാലത്തും നിലനിന്നു. ഇതോടെ 12 എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.